ഹായ് ഗായ്സ്, ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ പറയുന്നു. അപ്പോൾ ഇന്ന് ഉത്രാട ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ പൂക്കൾ ഇടാന്ന്. ലൈക്ക് ഇത്രയും ദിവസം ഞാൻ ഭയങ്കര ചെറുതാണ് ഇട്ടോണ്ടല്ലേ, ചെറിയ പൂക്കൾ. ഞാൻ ഒറ്റക്കാണ് ഗായ്സ് വരച്ചത്, ആരും ഉണ്ടായിട്ടില്ല. അതാ അമ്മയൊക്കെ അവിടെ അടുക്കളയിൽ എന്തൊക്കെ പണിയാണ്. പിന്നെ മറ്റോള് ഭയങ്കര ഉറക്കാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒറ്റക്കങ്ങ് വരച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുള്ള് നല്ല വൃത്തിക്ക് വരച്ചിട്ട് ഇനി പൂവെല്ലാം ഇന്നലെ രാത്രി തന്നെ എല്ലാം മുറിച്ചിട്ടിന്. ഇനി അതെല്ലാം ഫില്ല് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം ഗായ്സ് ഞാൻ വരച്ച ഡിസൈന്. ഭയങ്കര മഴയാണ്. രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഫുള്ള് നല്ല മഴ. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ എന്നിട്ടിങ്ങനെ വെള്ളം വീണുണ്ട്. അതാണ് ഈ ഒച്ച കേട്ടോ. ഇതാണ് ഗായ്സ് ഞാൻ വരച്ച പൂക്കളം ഡിസൈൻ. ഇവിടെ കുറച്ച് വരക്കാരുണ്ട് ഈ റൗണ്ട്. ഗായ്സ് ഇത് ഫുള്ള് നമുക്കൊന്ന് സെറ്റാക്കാം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പൂവല്ല. ഇന്നലെ രാത്രി ഞാൻ മുറിച്ചിട്ടത് ഇത്രയും പൂക്കളാണ് ഗായ്സ്. ഈ ഒരു 3 ലെയർ നമ്മൾ നാടൻ പൂക്കൾ വെച്ച് നിറച്ചിട്ടുണ്ട്. അങ്ങനെ ഇവളെ എന്നിട്ട് എന്നെ കുറ്റം പറയാനും തുടങ്ങി. എന്തിനാണ് നീ ഇങ്ങനെ വരച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ ലെവലാക്കിക്കൊണ്ട് ഒരു ഓറഞ്ചും ഇനിയിപ്പോൾ മഞ്ഞ നിറം. ഗായ്സ് ഇന്ന് ഉത്രാടം മാത്രമല്ല നബിദിനം ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കൂടുമ്പോൾ അവിടെ കേൾക്കുന്നുണ്ട് പാട്ട്. പള്ളിയിലെല്ലാം പാടുന്നൊരു പാട്ടില്ലേ, അതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്ന മുസ്ലിംസ് ഉണ്ടെങ്കിൽ ഹാപ്പി നബിദിനം ഗായ്സ്. ഒരു മഴയാണ്. ഇങ്ങനെയുള്ളൊരു മഴയത്തൊരു മൂടില്ല അല്ലേ, മഴയായതുകൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഓണം ഒരു വൈബ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ വരെ. മഴ വന്നാലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂവൊക്കെ വിൽക്കുന്നവർക്കാണ്. ആ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ അവരെ പൂവും ഫുള്ള് നനയും, ഫുള്ള് ചീഞ്ഞു പോവും. പിന്നെ അവർക്കും ഭയങ്കര കഷ്ടമായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിയ കുറച്ച് പൂക്കളെ ഫുള്ള് ചീനിട്ടാണ് കിട്ടിയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയല്ല ഒന്നാമത്, അതിൻ്റെ ഇടയ്ക്ക് ചളിയൊക്കെ ആവും. അവരെ കഷ്ടപ്പാടാണ് ഗായ്സ് ഈ മഴ ഇങ്ങനെ കളയുന്നത്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടേക്കും വേറെ നാട്ടിൽ നിന്നെല്ലാം വന്നിട്ടില്ല ഈ പൂവിക്കുന്നത്. അപ്പോൾ ആ പൂവെല്ലാം മൊത്തം ചെയ്യുമ്പോൾ അവരുടെ ഒരു വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഗായ്സ്. ഇവള് വേറെ തന്നെ ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ടാ. ഈ നാടൻ പൂവിന് എനിക്ക് ഇടാണ്ട് ഒരു മനസ്സമാധാനമില്ല ഗായ്സ്. ഇതിന് എവിടെയെങ്കിലും എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. വെള്ളേൻ്റെ മേലെ വയലറ്റെല്ലാം നല്ലോണം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നുണ്ട്. പിന്നെ പൂ ഇത്രയേ ഉള്ളൂ. ഈ പൂ സാധാരണ ഇപ്പോഴും കുറച്ചേ കിട്ടും ഗായ്സ്. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ലാസ്റ്റ് ഈ നാടൻ പൂവിനെല്ലാം ഒരു ബോർഡറായി കൊടുത്ത് പിന്നെ ഇത് ഓറഞ്ച് മഞ്ഞയായിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു കുറച്ച് ഇതിൻ്റെ ബോർഡറിൽ, അതായത് ഈ കോണിൻ്റെ ആട ഇങ്ങനെ വെച്ച്, പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനായി. ഓറഞ്ച് മഞ്ഞ ഓറഞ്ച്. അപ്പോൾ ഇവിടെ പിന്നെ മഞ്ഞേൻ്റെ ഇപ്പുറത്തെ ഓറഞ്ച് വേണം, ഇപ്പുറത്തെ മഞ്ഞയും വേണം. അപ്പോൾ നമ്മൾ രണ്ടും കൂടി നടുക്ക് ഇങ്ങനെ മിക്സ് ആയിട്ടിട്ട് എല്ലാ പൂക്കളെയും നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ട്. സോ ഗായ്സ്, വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, RB Talk സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിട്ട് ഈ ഒരു ചെറിയ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആവാണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഐ തിങ്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ.